കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്നതിനുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നും ഉണ്ടായേക്കില്ല. കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രി അറിയാൻ ഇനിയും കാത്തിരിക്കണമെന്നർത്ഥം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിലേക്ക് പോയതാണ് പ്രഖ്യാപനം വീണ്ടും നീളാൻ ഇടയാക്കുന്നതെന്നാണ് വിവരം. മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ ഡി സുധാകരന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാണ് ഖാർഗെ കർണാടകയിലേക്ക് പോയത്. ഇതോടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ച മാറ്റിവെക്കേണ്ടി വന്നു. ഖാർഗെ തിങ്കളാഴ്ച ഡൽഹിയിൽ തിരിച്ചെത്തിയ ശേഷം മാത്രമേ ഹൈക്കമാൻഡ് അന്തിമ തീരുമാനത്തിലെത്തുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയ ശേഷമാകും പ്രഖ്യാപനം നടക്കുക. ഖാർഗെയുടെ വസതിയിൽ കഴിഞ്ഞ ദിവസം നടന്ന 3 മണിക്കൂർ ചർച്ചയ്ക്കൊടുവിലും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരുന്നില്ല. 3 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഫ്ലെക്സുകളും പരസ്യ പ്രകടനങ്ങളും ഒഴിവാക്കണമെന്ന തീരുമാനം മാത്രമാണ് ഉണ്ടായത്. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ 3 പേരുകളാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. ഇതിൽ KC വേണുഗോപാലിന് ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണയുണ്ടെന്നത് ചർച്ചയിൽ അദ്ദേഹത്തിന് മുൻതൂക്കം നൽകുന്നുണ്ട്. അതേസമയം അണികളുടെ ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങൾ നിർത്താൻ രാഹുൽ ഗാന്ധി 3 നേതാക്കളോടും ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നേതാക്കളുടെ സംയുക്ത പ്രഖ്യാപനം. അതിനിടയിൽ കഴിഞ്ഞ ദിവസം VD സതീശൻ അനുകൂലികൾ തിരുവനന്തപുരത്ത് നടത്തിയ ശക്തി പ്രകടനത്തിൽ KC വേണുഗോപാലിന്റെ ഫ്ലക്സുകൾ വലിച്ചു കീറിയത് പാർട്ടിക്ക് വലിയ മാനക്കേടുണ്ടാക്കിയിരുന്നു. തന്നെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കും താനില്ല, അതുപോലെ MLA സ്ഥാനവും രാജിവെക്കാൻ തയ്യാറാണ് തുടങ്ങിയ നിലപാടുകൾ VD സതീശൻ സ്വീകരിച്ചെന്ന വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. കാര്യമെന്തായാലും കോൺഗ്രസിൽ നിന്ന് ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചോദ്യം ഇപ്പോഴും വലിയ സസ്പെൻസായി തുടരുകയാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ ബാക്കി 2 നേതാക്കളുടെ അണികൾ വീണ്ടും പ്രക്ഷോഭവുമായി തെരുവിലേക്ക് ഇറങ്ങുമോ എന്നതും കാത്തിരുന്നു കാണേണ്ടതാണ്.